ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു അധ്യായം അത്രേ. കർത്താവായ യേശു കർത്താവിൻ്റെ ആ രാജകീയ പ്രൗഢി അവിടെ കാണുവാൻ സാധിക്കും. അവൻ ആരായിരുന്നു? 28-ാം അധ്യായത്തിന് 1 മുതലുള്ള 10 വരെയുള്ള വാക്യങ്ങളും 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങളും വായിക്കുമ്പോൾ 2 ഭാഗമായി തിരിച്ച് വായിച്ചാൽ, ശബത്ത് കഴിഞ്ഞ ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയയും മറ്റേ മറിയയും കല്ലറ കാണുവാൻ ചെന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി വന്നു കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. അവൻ്റെ രൂപം മിന്നലിനൊത്തതും അവൻ്റെ ഉടുപ്പ് ഹിമം പോലെ വെളുത്തതും ആയിരുന്നു. കാവൽക്കാർ അവനെ കണ്ട് പേടിച്ചു, വിറച്ചു, മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട്, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവനിവിടെയില്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. അവൻ കിടന്ന സ്ഥലം വന്ന് കാണുമേൻ. അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വേഗം ചെന്ന് അവൻ്റെ ശിഷ്യന്മാരോട് പറവി. അവൻ നിങ്ങൾക്ക് ഗലീലയ്ക്ക് പോകുന്നു. അവിടെ നിങ്ങളവനെ കാണും. ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ കല്ലറ വിട്ട് അവൻ്റെ ശിഷ്യന്മാരോട് അറിയിപ്പാൻ ഓടിപ്പോയി. എന്നാൽ യേശു അവരെ എതിരേറ്റു. നിങ്ങൾക്ക് വന്ദനം എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്ന് അവൻ്റെ കാൽ പിടിച്ചു, അവനെ നമസ്കരിച്ചു. യേശു അവരോട്, ഭയപ്പെടേണ്ട, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഗലീലയ്ക്ക് പോകുവാൻ പറവീൻ. അവിടെ അവർ എന്നെ കാണും എന്ന് പറഞ്ഞു. യേശു കർത്താവിൻ്റെ ഉയർപ്പെഴുന്നേൽപ്പിൻ്റെ ശക്തി മനസ്സിലാക്കാൻ സാധിക്കും. സ്വർഗീയ ദൂതന്മാരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും മരിച്ച് തകർന്നിരിക്കുന്നു എന്നുള്ളതിൽ നിന്ന് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയാണ്. ഈ വചനം കാണുന്ന കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശക്തി, നിങ്ങളേത് പ്രയാസത്തിലിരിക്കുന്നോ അതിൽ നിന്ന് നിങ്ങൾക്ക് വലിയ വിടുതലിൻ്റെ ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ, അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുപോലും പണം കൊടുത്തു. അവൻ്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടുപോയി എന്ന് പറവി. വസ്തുത നാടുവാഴിയുടെ സന്നിധാനത്തിലെത്തി. എങ്കിലോ ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ചു, നിങ്ങൾ നിർഭയരാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ ഇടയിൽ പരക്കെ നടപ്പാക്കിയിരിക്കുന്നു. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ആ ശക്തിയെ അംഗീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അതൊരു കെട്ടുകഥയാണെന്ന് വിശ്വസിക്കുന്ന അന്നും ഇന്നും ആളുകൾ ഉണ്ട്. ഉയർപ്പിൻ്റെ ശക്തി, യേശു ദൈവപുത്രനായതുകൊണ്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റത്. നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് യേശു കർത്താവ് ഈ ഭൂമിയിൽ മരിച്ചത്. അവൻ്റെ ശിഷ്യന്മാരുടെ ആ വലിയ ത്യാഗത്തോടുകൂടി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു. അവരും പിൻവാങ്ങിപ്പോയി. ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്ന സ്ഥാനത്ത് നമ്മളുടെ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തി ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഇത് കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയുടെ മഹാത്മ്യം മനസ്സിലാക്കി മുൻപോട്ട് നീങ്ങുവാൻ സഹായിക്കണം. പലവിധ ഭാരത്തിൽ, പ്രയാസത്തിൽ, തകർന്നടിഞ്ഞ് മാനസിക സംഘർഷത്തിൽ ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ഈ ഉയർപ്പിൻ്റെ ശക്തിയാൽ നിൻ്റെ മക്കളെ എഴുന്നേൽപ്പിക്കണമേ. ഈ ഉയർപ്പിൻ്റെ ശക്തി നിൻ്റെ മക്കൾക്ക് ശക്തി പകരട്ടെ, കൃപ പകരട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.